യെസ്, ഓണം എക്സാമിൻ്റെ ഡേറ്റ് വന്നപ്പോൾ തൊട്ട് എല്ലാ മക്കളും ചോദിക്കുന്ന കാര്യമാണ്, ഒരു അടിപൊളി ടൈം ടേബിൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാമോ ചോദിച്ചിട്ട്. അപ്പം മക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് തള്ളിക്കളയോ? ഇല്ല. അപ്പം നിങ്ങൾക്ക് ഓണം എക്സാമിനുള്ള ഒരു അടിപൊളി ടൈം ടേബിളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ മക്കളെ, നമുക്കറിയാം ഓഗസ്റ്റ് 20 തീയതിയാണ് നമ്മളുടെ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പം ജൂലൈ 19 കറക്റ്റ്. നാളെ കഴിഞ്ഞാൽ കറക്റ്റ് ഒരു മാസമേ ഉള്ളൂ ഓഗസ്റ്റ് 20 തീയതിയിലേക്ക്. അപ്പം സീരിയസ് ആയിട്ട്, വളരെ സീരിയസ്നെസ്സോടെ ഈ ഓണം എക്സാമിനെ കാണുക, നന്നായിട്ട് ഇരുന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ മുന്നിൽ ഒരു മാസം സമയമുണ്ട്. ആ ഒരു മാസത്തെ ഒരു അടിപൊളി പ്ലാനുമായിട്ടാണ് മിസ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ മക്കളെ, നമുക്കുള്ള സബ്ജക്റ്റുകൾ അറിയാലോ, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് എക്സാമിന് ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് അറിയാലോ, അതൊക്കെ മനസ്സിൽ ധാരണ ഉണ്ടല്ലോ. ഓൾറെഡി നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞതാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ മക്കളെ, നമുക്ക് ബേസിക് സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, മലയാളം ഫസ്റ്റ്, അല്ലെങ്കിൽ അറബി, ഉറുദു ഒക്കെ ഉണ്ട് ലാംഗ്വേജ് ആയിട്ട് വരുന്നത്. പിന്നെ മലയാളം സെക്കൻഡ് ഒക്കെ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലുണ്ടാവണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് എന്നൊക്കെ ഉള്ളൊരു ധാരണ ആദ്യം ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിനേക്ക് ഇനി കറക്റ്റ് 4 ആഴ്ചയാണ് ഉള്ളത്. 4 ആഴ്ചയാണ് ഇപ്പം നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ വീക്കിലെ പ്ലാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ വീക്ക് എന്ന് പറഞ്ഞാൽ മക്കളെ, നിങ്ങൾ നാളെ തൊട്ടുള്ള പ്ലാനാണ് മിസ് കൊടുത്തിരിക്കുന്നത്. നാളെ എന്ന് പറഞ്ഞാൽ 20 തീയതി സൺഡേ നിങ്ങൾക്ക് ഹോളിഡേ ആണ്. അപ്പം നാളെ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്നാമത്തെ ചാപ്റ്റർ. ഓൾറെഡി നമ്മൾ 1 ഷോട്ട് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളിലൂടെയും അതുപോലെ സ്കൂളിൽ നിന്നൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റാക്കി കഴിഞ്ഞതാണല്ലോ. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ആ ചാപ്റ്റർ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ മറിച്ചിട്ട് നോക്കുകയല്ല വേണ്ടത്. നാളെ സൺഡേ ആണ്, നല്ല സമയമുണ്ട്. നന്നായിട്ട് ഇരുന്നത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പഠിച്ചത് കൊണ്ട് തന്നെ അതൊരു റിവിഷൻ പോലെ ആയിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഡൗട്ട് ഉണ്ടോ, ആ ഡൗട്ടൊക്കെ മാർക്ക് ചെയ്ത് അതൊക്കെ ക്ലിയർ ചെയ്ത് അപ്പം തന്നെ നന്നായിട്ട് പഠിക്കാം ഞായറാഴ്ച. ഓക്കെ, ഇനി തിങ്കളാഴ്ച 21 തീയതി മാത്സ് ഇതുപോലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാം. പിന്നെ 22 ചൊവ്വാഴ്ച സോഷ്യൽ സയൻസ് ഇതേപോലെ തന്നെ. പിന്നെ വരുന്നത് 23 തീയതി ബുധനാഴ്ച ഹിന്ദിയുടെ ഫസ്റ്റ് ചാപ്റ്റർ. പിന്നെ 24 വ്യാഴാഴ്ച ഇംഗ്ലീഷ്. 25 വെള്ളിയാഴ്ച മലയാളം ഫസ്റ്റ്. ഇനി അറബിക്കുള്ളവരാണ് അറബിക്ക്, സംസ്കൃതമാണെങ്കിൽ സംസ്കൃതം, ഉറുദു ആണെങ്കിൽ ഉറുദു. ഓക്കെ, അതും മാത്രമാണോ? അല്ല, അതിൻ്റെ കൂടെ എല്ലാവർക്കും ഉണ്ടല്ലോ മലയാളം സെക്കൻഡും കൂടെ പഠിക്കാം. അത് കഴിഞ്ഞ് 26 26 തീയതി ഈ പഠിച്ചിരിക്കുന്ന ബേസിക് സയൻസ് ഉണ്ടല്ലോ, ചാപ്റ്റർ 1 നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അത് ശനിയാഴ്ച ഒന്ന് റിവിഷൻ എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യം ഒന്ന് മറച്ച് നോക്കുക. വെറുതെ ഒന്നിങ്ങനെ മറിച്ച് പറഞ്ഞാൽ പഠിക്കുന്ന പോലെ. അതായത് ഇതിപ്പോൾ നിങ്ങൾ ഒരു മണിക്കൂർ എടുത്തിട്ടാണ് പഠിച്ചത്, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് എടുത്തിട്ടാണ് പഠിച്ചത്, 1 മണിക്കൂർ കൂട്ടോ, 1 മണിക്കൂർ എടുത്താണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ ഇതെന്ത് ചെയ്യണം, ഒരു അരമണിക്കൂർ കൊണ്ട് വേഗം നോക്കുമ്പം പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ബേസിക് സയൻസ് പഠിക്കുക. അത് പറ്റും, കാരണം ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണല്ലോ. അപ്പം നമ്മൾ ഇതൊക്കെ ഓർമ്മയുണ്ടോ എന്നുള്ള ഒരു റിവൈസ് ചെയ്യാം. അപ്പം ശനിയാഴ്ച എന്ത് ചെയ്യുക, 26 ശനിയാഴ്ച ബേസിക് സയൻസ്. ഇനി രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കിടക്കുകയാണ്. അതായത് 27 തീയതി, ജൂലൈ 27 തീയതി സൺഡേ നിങ്ങൾ ഏത് പഠിക്കണം എന്നറിയോ? ഈ ഒന്നാമത്തെ ചാപ്റ്റർ മാത്സും സോഷ്യൽ സയൻസും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് റിവൈസ് ചെയ്യുക ഇതേപോലെ. ഓക്കെ അല്ലേ? ഇനി 28 തീയതി തിങ്കളാഴ്ച നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. അപ്പം രണ്ടാമത്തെ ചാപ്റ്ററൊക്കെ സ്കൂളിലും അതേപോലെ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ 1 ഷോട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. അപ്പോൾ അത് ഒരു റിവിഷൻ തന്നെയാണ്. പക്ഷെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ബേസിക് സയൻസ് പഠിക്കുക. അതേപോലെ 29 തീയതി, 29 എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ച വരും, മാത്സ് പഠിക്കുക. ഇതിൻ്റെ കൂടെ മാത്സ് മാത്രം പഠിക്കുക, സോഷ്യൽ സയൻസ് മാത്രം പഠിക്കുക, അങ്ങനെ ഇരിക്കരുത്. സ്കൂളിലുള്ള വർക്കുകളും സ്കൂളിൽ ക്ലാസ് എടുക്കുന്നതൊക്കെ പഠിക്കണം. അതിൻ്റെ കൂടെ 1 മണിക്കൂർ ഇതിനായിട്ട് സമയം കണ്ടെത്തുക. ഇനി നിങ്ങൾ നന്നായിട്ട് പഠിച്ച മക്കളാണെങ്കിൽ നിങ്ങൾക്ക് അരമണിക്കൂർ മതിയാവും. ഓക്കെ അല്ലേ? അങ്ങനെയാണ്. ഇനി 30 തീയതിക്ക് വരിക. 30 തീയതി സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ 2. ഇനി 31 തീയതി ഹിന്ദിയുടെ ചാപ്റ്റർ 2. പിന്നെ ഓഗസ്റ്റ് തുടങ്ങുക. ഇതാ മക്കളെ, ഇവിടെ നമ്മളുടെ ഓഗസ്റ്റ് 1 തീയതി എത്തി. ഓഗസ്റ്റ് 1 തീയതി ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ഭാഗം, രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കുക. 2 തീയതിയോ 2 തീയതി ശനിയാഴ്ച മലയാളം ഫസ്റ്റ് പഠിക്കണം, സെക്കൻഡ് പഠിക്കണം. അന്ന് നിങ്ങൾക്ക് ലീവായിരിക്കും, ഹോളിഡേ ആയിരിക്കുമല്ലോ. അപ്പം ബേസിക് സയൻസ് നമ്മളിവിടെ ചാപ്റ്റർ 2 പഠിച്ചല്ലോ. ഈ ചാപ്റ്റർ 2 നമ്മളൊന്ന് റിവൈസ് ചെയ്തല്ലോ. ആ പഠിച്ച കാര്യം ഒന്നും കൂടി ഒന്ന് മറിച്ച് നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞ്
മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കിടക്കുകയാണ്. മൂന്നാമത്തെ ആഴ്ച ഓഗസ്റ്റ് 3-ാം തീയതി എന്താ പഠിക്കേണ്ടത് അറിയോ? മാത്സും ഹിന്ദിയും. ഇവിടെ നമ്മൾ റിവൈസ് ചെയ്തതാണ്. മാത്സും ഹിന്ദിയും ഓൾറെഡി പഠിച്ച കാര്യമാണ്. ചാപ്റ്റർ 2 അതൊന്ന് റിവൈസ് ചെയ്യുക ഞായറാഴ്ച. അപ്പം മാത്സിൽ കൂടുതൽ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ആ പ്രോബ്ലംസും അതുപോലെ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ പ്രോബ്ലംസ് കിട്ടുമോ ആ പ്രോബ്ലംസ് ഒക്കെ വെച്ചിട്ട് ഞായറാഴ്ചയും കൂടിയാണ് നന്നായിട്ട് അരച്ച് കലക്കിയ ചാപ്റ്റർ മാത്സും അതേപോലെ ഹിന്ദിയും ചാപ്റ്റർ 2 പഠിക്കാം. ഓക്കെ ആണല്ലോ. ഇനി 4-ാം തീയതി എന്ത് ചെയ്യുക? സോഷ്യൽ സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്റർ. ഇവിടെ നമ്മൾ ചാപ്റ്റർ 2 പഠിച്ചതാണ്. അതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറിച്ചിട്ട് നോക്കിയാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് സെറ്റ് ആവും അല്ലേ? ഇനി 5-ാം തീയതി തൊട്ട് നമ്മൾ ചാപ്റ്റർ 3യിലേക്ക് കടക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇംഗ്ലീഷിലൊന്നും ചാപ്റ്റർ 3 ഓണം എക്സാമിന് ഇല്ലല്ലോ എന്ന്. അപ്പോൾ പ്രശ്നമില്ല. അപ്പം നിങ്ങൾക്ക് ചാപ്റ്റർ 3 ഏതിനൊക്കെയാണോ ഉള്ളത് അത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇംഗ്ലീഷ് മലയാളമൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെ ഒന്നും കൂടെ റിവൈസ് ചെയ്യുകയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക? റിവിഷനാണ് ഇനി വേണ്ടത്. ഓക്കെ. അപ്പോൾ 5-ാം തീയതി ഇംഗ്ലീഷ്, 6-ാം തീയതി ബേസിക് സയൻസിൻ്റെ ചാപ്റ്റർ 3 നന്നായിട്ട് പഠിക്കുക. ഓക്കെ. 7-ാം തീയതി മലയാളം ഫസ്റ്റ് എവിടെ വരെയാണോ ഓണം എക്സാമിനുള്ളത് അത് നന്നായിട്ട് മറിച്ച് നോക്കി പഠിക്കുക. 8-ാം തീയതി ഇതിന് കൂടെ സ്കൂളിലുള്ള കാര്യം പഠിക്കണേ. 8-ാം തീയതി ഹിന്ദി അതേപോലെ മലയാളം സെക്കൻഡും പഠിക്കാം. 9-ാം തീയതി സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ 3 3ാമത്തെ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഓൾറെഡി 1 ഷോട്ട് ലൈവ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിലൊക്കെ ക്ലാസ്സൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ടാവും. അപ്പം നന്നായിട്ട് എന്ത് ചെയ്യുക? ചാപ്റ്റർ 3 9-ാം തീയതി സെറ്റാക്കുക. ഇനി നമ്മളെ നിർണായകമായ ആഴ്ചയാണ്, അതായത് 4ാമത്തെ ആഴ്ച, അതായത് എക്സാമിനോട് അടുത്ത് നിൽക്കുന്ന ആഴ്ചയാണ്. ആ ആഴ്ച 10-ാം തീയതി സൺഡേ മാത്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ, കണക്കിൻ്റെ 3ാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്യുക? നന്നായിട്ട് അങ്ങോട്ട് പഠിക്കാം. ഓക്കെ. പഠിക്കാം. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്നാലും ഒന്നും കൂടെ ഓൾറെഡി നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതായിരിക്കും. എന്നാലും ഒന്നും കൂടെ നന്നായിട്ട് പഠിക്കാം. ഇനി 11-ാം തീയതി തൊട്ട് നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോഷ്യൽ സയൻസിനും അതേപോലെ മാത്സിനും മാത്രമേ 4ാമത്തെ ചാപ്റ്റർ ഈ വർഷം എന്ന് പറഞ്ഞാൽ ഈ ഓണം എക്സാമിന് ഉള്ളൂ. ഏത്? മാത്സും അതേപോലെ സോഷ്യൽ സയൻസും മാത്രമേ 4 ചാപ്റ്റേഴ്സ് ഓണം എക്സാമിനുള്ളൂ. അപ്പം നമ്മൾ 4ാമത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ് ഇവിടെ 11-ാം തീയതി. അപ്പം 11-ാം തീയതി സോഷ്യൽ സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പം അത് റിവിഷൻ പോലെ തന്നെയാണ്. നന്നായിട്ട് പഠിക്കാം. ഇനി 12-ാം തീയതി മലയാളം ഫസ്റ്റും അതേപോലെ ഇംഗ്ലീഷും നമ്മൾ പഠിച്ച കാര്യം തന്നെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഒന്നും മറന്നു പോകാൻ പാടില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. 13-ാം തീയതി ഈ SS-ലെ 4ാമത്തെ ചാപ്റ്റർ അതൊന്നും കൂടെ ചിലപ്പം കുറച്ച് ഭാഗം കൂടെ പഠിക്കാനുണ്ടാവാം. ആ പഠിക്കാനുള്ള ഭാഗം പഠിക്കാം. അതല്ല ആ ദിവസം നന്നായിട്ട് ഫുൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മറിച്ച് നോക്കുക. ഓക്കെ ശരിയായിട്ട് സെറ്റായിട്ട് എൻ്റെ മനസ്സിലുണ്ടോ, ഇനി ഏതെങ്കിലും ഭാഗം ഒന്നുകൂടെ ക്ലിയർ ചെയ്യേണ്ടതുണ്ടോ എന്ന് നോക്കേണ്ടതാണ് 13-ാം തീയതി നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി 14-ാം തീയതി മാത്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ പഠിക്കാം. പഠിച്ച കാര്യം ഒന്നും കൂടെ പഠിക്കാൻ പോവാണ്. 15-ാം തീയതി ഹിന്ദിയും മലയാളം സെക്കൻഡും. ഇനി 16-ാം തീയതി ആകുമ്പം നമ്മളുടെ 4ാമത്തെ ചാപ്റ്റേഴ്സിലെ മാത്സും അതേപോലെ സോഷ്യൽ സയൻസും നന്നായിട്ട് റിവൈസ് ചെയ്യുക. എല്ലാം ക്ലിയർ ആണെന്ന് വരുത്തുക. അപ്പോൾ ഇപ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാ ചാപ്റ്ററും ഒരുവിധം ഓണം എക്സാമിനുള്ള എല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ കൂടെ റിവിഷനൊക്കെ നടത്തി കഴിഞ്ഞു. ഇനി എക്സാമിന് 3 ദിവസമേ ഉള്ളൂ. ഏതൊക്കെയാണ് ആ 3 ദിവസം? യെസ്, നമ്മളുടെ 17, ഒരു മിനിറ്റ്, 17 ഞാനിവിടെ എഴുതാം. 17-ാം തീയതി ഉണ്ട്. 17 എന്ന് പറയുന്നത് സൺഡേ, 18 മൺഡേ, 19 ട്യൂസ്ഡേ, 20 നമ്മളുടെ എക്സാമാണ് അല്ലേ? എക്സാം ഡേറ്റ് ആണ്. ഓക്കെ. അപ്പം നിങ്ങളിതാ 17-ാം തീയതി സൺഡേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ബേസിക് സയൻസും മാത്സും സോഷ്യൽ സയൻസിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സും, ബേസിക് സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും മാത്സിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിച്ചത് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്. അത് മൊത്തത്തിൽ എന്ത് ചെയ്യുക? റിവിഷൻ നടത്തുക. ഒന്ന് നോക്കാം. 18-ാം തീയതി നമ്മളുടെ ലാംഗ്വേജ് സബ്ജക്റ്റ് ഉണ്ടല്ലോ, മലയാളവും മലയാളം ഫസ്റ്റും അതേപോലെ മലയാളം ഇംഗ്ലീഷും കൂടി ഒന്ന് നോക്കാം. ഇംഗ്ലീഷും നോക്കാം. ഒക്കെ
പഠിച്ചു കഴിഞ്ഞായിരിക്കുമല്ലോ. അപ്പോൾ ഇംഗ്ലീഷും നോക്കുക. ആ ഇംഗ്ലീഷും കൂടെ നോക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ എന്ത് നോക്കുക, ഹിന്ദിയും കൂടി ഒന്ന് സെറ്റ് ആക്കുക. അതൊന്ന് ജസ്റ്റ് നോക്കാനേ ഉള്ളൂ, കാരണം നമുക്ക് വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് എക്സാമിനുള്ളൂ അല്ലേ. ഇനി 19-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൻ്റെ തലേന്നാണ് അല്ലേ, എക്സാമിൻ്റെ തലേന്നാണ്. അപ്പം എന്ത് ചെയ്യുക, ഒക്കെ അപ്പോൾ 20-ാം തീയതി ഏതാണോ എക്സാം, ആ എക്സാമിനുള്ള കാര്യം 19-ാം തീയതി നമുക്ക് ടൈം ടേബിൾ വരുമല്ലോ. ടൈം ടേബിൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏത് എക്സാം ആണോ 20 വരുന്നത് അത് 19-ാം തീയതി നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളാണ്. നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് എക്സാം എഴുതാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് തെറ്റ് വരില്ല. കോൺഫിഡൻ്റ് ആയിട്ട് ധൈര്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ മക്കളെ, ടൈം ടേബിൾ വേണമെങ്കിൽ ഇതാ സ്ക്രീൻഷോട്ട് എടുത്തോളൂ, വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ. മിസ് ഒന്ന് സൈഡിലേക്ക് നിൽക്കാം. ഓക്കെ, ഈ സൈഡിലേക്ക് പോകാം. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ മക്കളെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.